അങ്ങ് ഈ ചൈന പാകിസ്ഥാൻ ഒരു സാമ്പത്തിക ഇടനാഴിയിലെയാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിലെ ബലൂച്ച് ലിബറേഷൻ ആർമി അല്ലെങ്കിൽ അവിടുത്തെ വിമോചന പോരാളികൾ അക്ഷരാർത്ഥത്തിൽ മുറിച്ചിട്ടിരിക്കുന്നത്. അവർ സാമ്പത്തിക ഇടനാഴി എന്ന് വിളിച്ച ഒരർത്ഥത്തിൽ ഭാരത വിരുദ്ധമായ സാമ്പത്തിക സൈനിക തീവ്രവാദത്തിനുള്ള ഇടനാഴി എന്ന് നാം കാണേണ്ട ഗ്വദർ തുറമുഖം വരെയുള്ളത്. ഗ്വദർ തുറമുഖം ഇതിന് മുന്നോടിയായി തന്നെ ചൈനീസ് കമ്പനി ഏറ്റെടുക്കുന്നു, അവിടേക്ക് പാത പണിയുന്നു. അവിടെയാണ് ഈ വിള്ളൽ വീണിരിക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ ഇതൊരു പരിധി വരെയെങ്കിലും ഈ ഒരു കൂട്ടുകെട്ടിൻ്റെ ഈ ചെയ്തികൾ അല്ലെങ്കിൽ അവരുടെ ഈ ഗൂഢാലോചനയെ കുൽസിത ശ്രമങ്ങൾക്കൊരു തടയാകുമോ ഇപ്പോൾ അവിടെ നടക്കുന്ന ഈ പ്രക്ഷോഭവും? തീർച്ചയായിട്ടും ഇതൊരു വലിയ ബ്രേക്ക് ഇതിന് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗ്വാദർ തുറമുഖം വരെ പണിതിട്ടിരുന്ന അല്ലെങ്കിൽ പണിതുകൊണ്ടിരുന്ന ഒരു വലിയ ഇടനാഴി, ഒരു വലിയ ഹൈവേ, വെറും ഇടനാഴി പോലുമല്ല, അത് ഭാരതത്തിൻ്റെ എന്ന് പറയാവുന്ന, ഭാരതത്തിൻ്റെ തന്നെ എന്ന് നമ്മളിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന സോക്കോൾഡ് പാക് ഒക്കുപ്പൈഡ് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പല പ്രദേശങ്ങളെയും തൊട്ടുകൊണ്ടോ കടന്നാക്രമിച്ചുകൊണ്ടോ ആണ് കടന്നുപോയിരുന്നത്. ഇതിനെ ഒരു അർത്ഥത്തിൽ ഭൂപടത്തിലേക്ക് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഇടത് കൈപ്പുറത്ത് അത്തരം ഒരു വഴി വെട്ടുകയും ഇതിനോടൊപ്പം ഇപ്പുറത്തും ഒന്ന് വെട്ടാനുള്ള ശ്രമമായിരുന്നു കാർഗിൽ ആക്രമണത്തിലൂടെ അന്ന് സംഭവിച്ച ചൈനയുടെ സഹായത്തോടു കൂടി. അന്ന് അതിനെയും ത്വാർട്ട് ചെയ്യാൻ, അതിനെയും ഇല്ലാതെയാക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിനും സൈനികർക്കും കഴിഞ്ഞു. ഇപ്പുറത്തേത് അത് ആര് ചെയ്തു എന്നൊന്നും നമുക്കിപ്പോൾ അവകാശപ്പെടാനൊന്നും സാധ്യമല്ലെങ്കിൽ പോലും ബലൂച്ച് വിമോചന പോരാളികൾ ഇന്ന് നിങ്ങൾ ഉപയോഗിച്ച പദം തന്നെ കടമെടുത്താൽ മുറിച്ചിട്ടത് ഈ ഒരു വലിയ ഗൂഢശ്രമത്തെയാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ അത് നമ്മൾ മനസ്സിലാക്കണം. അതിനു മുമ്പ് തന്നെ ഗ്വാദർ തുറമുഖത്തിനും അപ്പുറത്തൊരു ചാദർ തുറമുഖം ഭാരതത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അതിതന്ത്രപരമായ നീക്കത്തിലൂടെ നമുക്കും അവിടെ ഓൾറെഡി നമ്മുടെ കയ്യിലവിടെ ഒരു പ്രദേശം ഇറാനുമായിട്ടുള്ള ചർച്ചയിലൂടെ നമുക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ നോക്കിയാൽ, ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ സിനോറിയോ നോക്കിയാൽ, ഫോർ ദ ടൈം ബീയിങ് നമുക്കിപ്പോൾ ഒരു മേൽക്കൈ ഉണ്ട് എന്നതാണ് പരമാർത്ഥം. അവർ ഒരു പേളുകൾ കെട്ടി, മുത്തുകൾ കെട്ടി നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനപ്പുറത്ത് മംഗോളിയയിൽ വരെ ദൃഢമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ചൈനയുടെ നെറുകയിൽ നമുക്ക് കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയും അതിനോടൊപ്പം ഈ ഒരു വലിയ വ്യത്യാസം, ഇവരുടെ സാമ്പത്തിക ഇടനാഴിക്ക് തന്നെ വലിയ തോതിലുള്ള ബ്രേക്ക് ഇട്ടുകൊണ്ടുള്ള ബലൂചി പടയാളികളുടെ പരിശ്രമം, അതിനപ്പുറത്ത് നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ച ചാദർ തുറമുഖത്തിൻ്റെ കരുത്ത്, ഇതെല്ലാം ചേർന്ന് കഴിയുമ്പോൾ ഐ എം റിപ്പീറ്റിംഗ് വിത്ത് ഓൾ റെസ്പോൺസിബിലിറ്റി, ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വലിയ മേൽക്കൈ ഭാരതത്തിന് കിട്ടിയിരിക്കുകയാണ്.